ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 15 ചൊവ്വാഴ്ച. നമ്മൾ ഭയന്നിരുന്നത് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. സ്വർണത്തിന്റെയും അസംസ്കൃത എണ്ണയുടെയും ഒക്കെ വഴിയെ വെള്ളത്തിന്റെയും അവധി വ്യാപാരം ആരംഭിക്കുന്നു. വെള്ളത്തിന് ഏറ്റവുമധികം ക്ഷാമം നേരിടാൻ പോകുന്ന രാജ്യങ്ങളിലൊന്നായ അമേരിക്കയാണ് ഇതിന്റെ വ്യാപാരത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വിപണി വിലയനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നമാവും ഇതോടെ വെള്ളം. എല്ലാ അതിർത്തികളും ലംഘിച്ച് വില ഉയരുകയും ചെയ്യും. അടുത്ത ലോകയുദ്ധം വെള്ളത്തിനു വേണ്ടിയായിരിക്കുമെന്ന പ്രവചനങ്ങൾക്കിടെയാണ് ഈ കച്ചവടമെന്ന് റിപ്പോർട്ടുകൾ. കാർഷിക സമരത്തിന് ഇനി അണ്ണാ ഹസാരെയും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പാക്കാത്ത പക്ഷം വീണ്ടും നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ അണ്ണാ ഹസാരെ. ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ അണ്ണാ ഹസാരെ കത്തയച്ചു. സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസിന് സ്വയംഭരണാവകാശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹസാരെ മുന്നോട്ടുവച്ചിട്ടുള്ളത്. കാർഷിക രംഗം രാജ്യത്തെ സുപ്രധാന മേഖലയാണെന്നും അതിനെ പിന്നോട്ടടിക്കുന്ന ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കില്ലെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും എങ്കിലും സർക്കാർ ആശയവിനിമയത്തിനും ചർച്ചയ്ക്കും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക നേതാക്കൾ അടുത്ത യോഗത്തിന് തയ്യാറാകുമ്പോൾ സർക്കാരും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കർഷക സംഘടനകൾ പ്രക്ഷോഭം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് കൃഷിമന്ത്രിയുടെ പ്രതികരണം. അതേസമയം കർഷകരുടെ ക്ഷേമത്തിനായി മോദി സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിൽ 4 ജില്ലകളിലും കനത്ത പോളിംഗ്. മലപ്പുറം 78.74, കോഴിക്കോട് 78.67, കണ്ണൂർ 78.29, കാസർഗോഡ് 76.95 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള പോളിംഗ് ശതമാനം. കോഴിക്കോട് കോർപ്പറേഷനിൽ 69.84%, കണ്ണൂർ കോർപ്പറേഷനിൽ 70.92% പോളിംഗ് രേഖപ്പെടുത്തി. നാളെയാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. കോവിഡ് വാക്സിൻ കേരളത്തിൽ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് നടപടിക്ക് വഴിവെച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ UDF BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ആവശ്യപ്പെട്ടെന്ന സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയ്ക്ക് പിന്നിൽ പോലീസാണെന്ന് കേന്ദ്ര ഏജൻസികൾ. സ്വപ്ന തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരിലൊരാൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വിളിച്ച് സ്വപ്നയ്ക്ക് ഫോൺ നൽകുകയായിരുന്നുവെന്നാണ് വിവരം. ഫോണിൽ പറയേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ധരിപ്പിച്ച ശേഷം ഉദ്യോഗസ്ഥൻ സ്വപ്നയുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയായിരുന്നുവെന്നാണ് അറിയുന്നത്. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ അയ്യന്തോളിലായിരുന്നു താമസം. കേരള കലാമണ്ഡലത്തിന്റെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് ജാമ്യമില്ല. ബിനീഷിന്റെ ജാമ്യാപേക്ഷ ബാംഗ്ലൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതി തള്ളി. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 31,893 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2,707 പേർക്ക് കോവിഡ്-19. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 24 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,647 ആയി. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 51 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,291 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 328 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,481 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 57,640 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്.
കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: മലപ്പുറം 441, എറണാകുളം 343, തൃശൂർ 268, കോട്ടയം 252, തിരുവനന്തപുരം 222, ആലപ്പുഴ 220, കോഴിക്കോട് 219, പാലക്കാട് 190, കൊല്ലം 160, കണ്ണൂർ 136, പത്തനംതിട്ട 133, വയനാട് 61, ഇടുക്കി 47, കാസർഗോഡ് 15. സംസ്ഥാനത്ത് ഇന്നലെ ആകെ ഒരു പുതിയ ഹോട്ട്സ്പോട്ട്. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്താകെ 433 ഹോട്ട്സ്പോട്ടുകൾ. മാധ്യമപ്രവർത്തകൻ SV പ്രദീപ് വാഹനാപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം കാരക്കാമണ്ഡപത്തിന് സമീപമായിരുന്നു അപകടം. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രദീപിനെ അതേ ദിശയിൽ വന്ന വാഹനമിടിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകൻ SV പ്രദീപിന്റെ വാഹനത്തിലിടിച്ചത് ടിപ്പർ ലോറിയെന്ന് പോലീസ്. ലോറി ഇതുവരെ കണ്ടെത്താനായില്ല. അതേസമയം പ്രദീപിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണിയുണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും പറഞ്ഞു. പ്രദീപിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് ജോലിക്കാരി വീണു മരിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടുന്നു. സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ ആവശ്യപ്പെട്ടു. ഹാത്രസ് സന്ദർശിക്കാൻ പോകുന്നതിനിടെ അറസ്റ്റിലായ മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ നിരോധിത സംഘടനയായ സിമിയുടെ മുൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായി അടുത്ത ബന്ധമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ കേരള പത്രപ്രവർത്തക യൂണിയന് സുപ്രീംകോടതി സമയം അനുവദിച്ചു. ഗോവയിലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന BJPക്ക് വൻ വിജയം. 48 സീറ്റുകളിൽ 32ഉം BJP വിജയിച്ചു. വൻ തിരിച്ചടി നേരിടേണ്ടി വന്ന കോൺഗ്രസിനെ 4 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റ് ലഭിച്ചു. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. ചലച്ചിത്ര താരം കമൽഹാസന്റെ മക്കൾ നീതിമയം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 1975 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനാ സാധുതയുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ സുപ്രീംകോടതി സമ്മതിച്ചു. എന്നാൽ 45 വർഷങ്ങൾ പിന്നിട്ട ശേഷം ഈ വിഷയം അന്വേഷിക്കുന്നത് പ്രായോഗികമോ അഭികാമ്യമോ ആണോ എന്ന് സുപ്രീംകോടതി പരിശോധിക്കും. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി. ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS വിരാട് ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ തയ്യാറാണെന്നറിയിച്ച് മഹാരാഷ്ട്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന് അയച്ച കത്തിലാണ് ചരിത്ര പ്രാധാന്യമുള്ള വിരാടിനെ സംരക്ഷിക്കുന്ന നടപടികളുമായി സഹകരിക്കുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സന്തോഷമേയുള്ളൂവെന്ന് ശിവസേന MP പ്രിയങ്ക ചതുർവേദി. രാജ്യത്തിന്റെ കര, വ്യോമ, സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്. ലഡാക്കിലടക്കം അതിർത്തി വിഷയത്തിൽ ചൈനയുമായുള്ള ഉരസൽ തുടരുന്നതിനിടയിലാണ് ബിപിൻ റാവത്തിന്റെ അഭിപ്രായ പ്രകടനം. ഇന്ത്യയിൽ കർഷകർ നടത്തുന്ന സമരത്തെ പിന്തുണച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച് മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞർ. ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ സംഘം പുറത്തിറക്കിയ തുറന്ന കത്തിലാണ് കാനഡയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇന്നലെ 21,791 കോവിഡ് രോഗികൾ. മരണം 353. ഇതോടെ ആകെ മരണം 1,43,746 ഇതുവരെ 99.06 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 94.21 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.38 ലക്ഷം രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 2,949 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 1,376 പേർക്കും പശ്ചിമബംഗാളിൽ 1,834 പേർക്കും കർണാടകയിൽ 830 പേർക്കും ആന്ധ്രയിൽ 305 പേർക്കും തമിഴ്നാട്ടിൽ 1,141 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 4,90,346 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,65,120 പേർക്കും ബ്രസീലിൽ 27,419 പേർക്കും
തുർക്കിയിൽ 29,617 പേർക്കും റഷ്യയിൽ 27,328 പേർക്കും രോഗം ബാധിച്ചു. 8,142 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,368 പേരും ബ്രസീലിൽ 526 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 7.31 കോടി കോവിഡ് രോഗികളും 16.27 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ റഷ്യയുടെ കോവിഡ് വാക്സിൻ സ്പുട്നിക് വി 91.4% ഫലപ്രാപ്തി കാണിക്കുന്നതായി റിപ്പോർട്ട്. സ്പുട്നിക് വി വാക്സിന്റെ ആദ്യ ഡോസുകൾ നൽകി 21 ദിവസത്തിനു ശേഷം ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ. ജിമെയിൽ അടക്കമുള്ള ഗൂഗിൾ സേവനങ്ങൾ ലോകവ്യാപകമായി ഏകദേശം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടത്. സെർവറുകൾ പ്രവർത്തനരഹിതമായതാണ് കാരണമെന്നാണ് വിവരം. ടെസ്റ്റ് റാങ്കിങ്ങിൽ തലപ്പത്ത് ഓസ്ട്രേലിയ മാത്രമാണെന്ന് സ്ഥിരീകരിച്ച് ICC. നേരത്തെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയതോടെ ഓസീസിനൊപ്പം ന്യൂസിലാൻഡും 1ാം റാങ്ക് പങ്കിടുകയാണെന്ന വാർത്തകൾ വന്നിരുന്നു. ഇരുവർക്കും 116 റേറ്റിംഗ് പോയിന്റാണുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും ഓസ്ട്രേലിയ തന്നെയാണ് ഒന്നാമതെന്നും ICC വിശദീകരിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരായ മുംബൈ FCയെ സമനിലയിൽ തളച്ച് ജാംഷഡ്പൂർ FC. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. കളിയുടെ 28ാം മിനിറ്റിൽ 10 പേരായി ചുരുങ്ങിയിട്ടും മികച്ച പ്രകടനമാണ് ജാംഷഡ്പൂർ കാഴ്ചവെച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.